ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണ സംഘം അല്പസമയത്തിനകം വീണ്ടും യോഗം ചേരും. DGPയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, മറ്റൊരു യോഗം ചേർന്നിരുന്നാണല്ലോ നേരത്തെ. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഇപ്പോൾ ചേരാൻ പോകുന്ന യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക ഷഫീദ്? ഉന്മേഷ, ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണം അന്വേഷിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, ഉന്നതതല സംഘം ഇന്ന് ഉച്ചയ്ക്ക് 12:30 പോലീസ് ആസ്ഥാനത്ത് ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗം അവസാനിച്ചത് 2 മണിക്കാണ്. അതിനുശേഷം വീണ്ടും ഒരു യോഗം ഇപ്പോൾ 5 മണിയോട് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. DGPയുടെ നേതൃത്വം തന്നെയായിരിക്കും യോഗം ചേരുക. ഇതിൽ പ്രധാനമായും എങ്ങനെ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം, പ്രത്യേകിച്ച് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ചില സംഭവങ്ങളാണ്, ചില ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലടക്കം ഏത് രീതിയിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അന്വേഷണ സംഘത്തിലുള്ള IG സ്പർജൻ കുമാർ, എസ്പിമാരായ A ഷാനവാസ്, S മധുസൂദനൻ എന്നിവർ രാവിലത്തെ യോഗത്തിൽ നേരിട്ടാണ് പങ്കെടുത്തത്. DIG തോംസൺ ജോസ്, തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പോലീസിന് ലഭിച്ചിട്ടുള്ള PV അൻവർ MLAയുടെ പരാതിയും ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. തുടർന്ന് നടത്തേണ്ട അന്വേഷണ രീതികളും DGP സംഘാംഗങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ യോഗം എന്നുള്ളതും അറിയാൻ കഴിയുന്നു. PV അൻവർ MLAയുടെ മൊഴിയെടുത്ത ആരോപണങ്ങൾ വ്യക്തത വരുത്തി അന്വേഷണം തുടങ്ങാനാണ് ഉന്നതതല അന്വേഷണ സംഘം ആലോചിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത്.